എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മളിൽ മിക്ക ആൾക്കാരാണെങ്കിലും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർ ഉണ്ടായിരിക്കുന്നതാണ്. ലോട്ടറിയുമായി ബന്ധപ്പെടുത്തി നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി മുതൽ എല്ലാ ടിക്കറ്റിലും നമുക്ക് കോടിപതികൾ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വില എന്ന് പറയുന്നത് 50 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോട്ടറി ടിക്കറ്റുകളുമായി ബന്ധപ്പെടുത്തി ഇനി മുതൽ പേരുകളിലും മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 7 പ്രതിദിന ലോട്ടറികളുടെയും ഒന്നാം സമ്മാന തുക 1 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ടിക്കറ്റിൻ്റെയും വില ഇനി മുതൽ 50 രൂപയാണ് നമ്മൾ നൽകേണ്ടത്. 4 ലോട്ടറികളുടെ പേര് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറഞ്ഞ സമ്മാന തുക നേരത്തെ 100 രൂപയായിരുന്നു, ഇനി മുതൽ 50 രൂപയും ഉണ്ടായിരിക്കുന്നതാണ്. മെയ് ആദ്യവാരം പുതിയ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് എത്തുന്നതാണ്. മെയ് മാസം മുതൽ അപ്പോൾ ഈ മാറ്റങ്ങൾ അനുസരിച്ചുള്ള ടിക്കറ്റുകൾ ഉറപ്പായിട്ടും വിപണിയിലേക്ക് എത്തുന്നതാണ്. ലോട്ടറികളെ കൂടുതൽ ആകർഷകമാക്കുവാനും വരുമാന വർധനവും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ളത്. ബുധനാഴ്ച നറുക്കെടുക്കുന്ന 50 രൂപയുടെ 50-50 ലോട്ടറിക്ക് മാത്രമായിരുന്നു നിലവിൽ 1 കോടി രൂപ സമ്മാനമായിട്ട് ഉണ്ടായിരുന്നത്. മറ്റുള്ള ടിക്കറ്റുകൾക്ക് 40 രൂപയായിരുന്നു വില. 50-50ക്ക് 96 ലക്ഷവും മറ്റുള്ളവയ്ക്ക് 1.8 കോടി ടിക്കറ്റുകളുമാണ് നിലവിൽ അടിച്ചിരുന്നത്. ഇനി എല്ലാ ടിക്കറ്റുകളും 1.8 കോടി ടിക്കറ്റുകളായിരിക്കും അടിച്ചിറക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിമാൻഡ് ഉള്ളവർക്ക് അതിനനുസരിച്ച് എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ്. പ്രധാനമായിട്ടും പുതിയ ലോട്ടറിയുടെ പേര് മാറ്റം ഏതെല്ലാം രീതിയിലാണെന്ന് നമുക്ക് പരിശോധിക്കാം. പഴയ വിൻ എന്നറിയപ്പെടുന്ന ലോട്ടറി ഇനി അറിയപ്പെടുന്നത് ഭാഗ്യധാര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 50-50ക്ക് ഇനി അറിയപ്പെടുന്നത് ധനലക്ഷ്മി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിർമ്മൽ ടിക്കറ്റ് ഇനി അറിയപ്പെടുന്നത് സുവർണ കേരളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അക്ഷയ ടിക്കറ്റ് ഇനി മുതൽ അറിയപ്പെടുന്നത് സമൃദ്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഭാഗ്യക്കുറിയുടെ മറ്റ് ടിക്കറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രൈസ് വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം ഭാഗ്യധാരയാണ്. പഴയ വിൻ ടിക്കറ്റാണ്. ഇതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് നിലവിൽ 1 കോടി രൂപയാണ്. എല്ലാ ടിക്കറ്റുകളുടെയും ഒന്നാം സമ്മാനം ഇപ്പോൾ 1 കോടി രൂപ ആക്കിയിട്ടുണ്ട്. രണ്ടാം സമ്മാനം 75 ലക്ഷമാണ്. മൂന്നാം സമ്മാനം 1 ലക്ഷം രൂപയാണ് നമുക്ക് മൂന്നാം സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ആകെ സമ്മാന തുക എന്ന് പറയുന്നത് 24 കോടി 16 ലക്ഷത്തി 67,000 രൂപയാണ് ആകെ സമ്മാന തുക എന്ന് പറയുന്നത്. ആകെ സമ്മാനങ്ങൾ 6,54,505 പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത്. ഇതിൻ്റെ നറുക്കെടുപ്പ് ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. അടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയാണ്. ഇതിൻ്റെ ഒന്നാം സമ്മാനം 1 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപയാണ്. ആകെ സമ്മാന തുക എന്ന് പറയുന്നത് 24 കോടി 13 ലക്ഷത്തി 15,000 രൂപയാണ്. ആകെ സമ്മാനങ്ങൾ 6,54,506 സമ്മാനങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ നറുക്കെടുപ്പ് ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. അടുത്തത് ധനലക്ഷ്മിയാണ്. ഇതിൻ്റെയും ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം വരുന്നത് 50 ലക്ഷം രൂപയാണ്. മൂന്നാം സമ്മാനം 20 ലക്ഷം രൂപയാണ്. ആകെ സമ്മാന തുക എന്ന് പറയുന്നത് 24 കോടി 11 ലക്ഷത്തി 67,000 രൂപയാണ് വരുന്നത്. ആകെ സമ്മാനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ 6,60,986 സമ്മാനങ്ങളാണ് ഉള്ളത്. ഈ ടിക്കറ്റ് പ്രധാനമായിട്ടും ബുധനാഴ്ച ദിവസങ്ങളിലാണ് നറുക്കെടുക്കുന്നത്. അടുത്തത് കാരുണ്യ പ്ലസ് ആണ്. ഇതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടിയാണ്. രണ്ടാം സമ്മാനം 50 ലക്ഷവും മൂന്നാം സമ്മാനം 5 ലക്ഷവുമാണ്. ആകെ സമ്മാന തുക എന്ന് പറയുന്നത് 24 കോടി 20 ലക്ഷത്തി 23,000 രൂപയാണ്. ആകെ സമ്മാനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ 6,54,505 ആണ്. നറുക്കെടുപ്പ് ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അടുത്തത് സുവർണ കേരളമാണ്. ഇതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടിയാണ്. സുവർണ കേരളം നേരത്തെ അറിയപ്പെട്ടിരുന്നത് നിർമ്മൽ ടിക്കറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് 30 ലക്ഷമാണ്. മൂന്നാം സമ്മാനം 25 ലക്ഷമാണ്.
ഇതിൻ്റെ ആകെ സമ്മാന തുക എന്ന് പറയുന്നത് 24,11,67,000 രൂപയാണ്. ആകെ സമ്മാനങ്ങളുടെ എണ്ണം നാം പരിശോധിക്കുമ്പോൾ 6,54,507 ആണ്. വെള്ളിയാഴ്ച ദിവസമാണ് ഈ ടിക്കറ്റ് നറുക്കെടുക്കുന്നത്. അടുത്തത് കാരുണ്യാണ്. ഇതിൻ്റെയും ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടിയാണ്. രണ്ടാം സമ്മാനം 50 ലക്ഷവും മൂന്നാം സമ്മാനം 5 ലക്ഷവും. ആകെ സമ്മാന തുക എന്ന് പറയുന്നത് 24,12,87,000 രൂപയാണ്. ആകെ സമ്മാനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ 6,54,506 ആണ്. ഇത് നറുക്കെടുക്കുന്ന ദിവസം ശനിയാഴ്ച ദിവസമാണ്. അടുത്തത് സമൃദ്ധിയാണ്. ഇതിൻ്റെയും ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ഇതിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് അക്ഷയ ലോട്ടറി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രണ്ടാം സമ്മാനം 75 ലക്ഷമാണ്. മൂന്നാം സമ്മാനം 25 ലക്ഷമാണ്. ആകെ സമ്മാന തുക 24,12,51,000 ആണ്. ആകെ സമ്മാനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ 6,54,506 ആണ്. നറുക്കെടുപ്പ് ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ വിവരം എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ കൂടെ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.